ഹലോ എൻ്റെ കുഞ്ഞുമക്കളെ, ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി പോകരുതിട്ടാ. പ്ലീസ് ഫുള്ളായിട്ട് കേൾക്കണട്ടാ. കേട്ട നിങ്ങൾ മതിയാവൂ. അങ്ങനത്തെ വീഡിയോസിനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് ഈ വീഡിയോ കേൾക്കണട്ടാ. ഞാനൊരു വയസ്സായ ഒരാളെന്ന് ഞാൻ എന്താ പറയുക, പരിചയപ്പെട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അയാൾ വാക്കുകൾ കേട്ടപ്പോൾ. അയാളും എൻ്റെ ഒക്കെ പ്രായത്തിൽ, എൻ്റെ പ്രായം എന്നല്ല, എന്നേലും ചെറുപ്പത്തിൽ പ്രവാസ ലോകത്ത് വന്നാണ്. അന്ന് മുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നാട്ടിൽ പോയി സെറ്റിൽ ആവണം. ഇപ്പം ഏകദേശം 50 വയസ്സിന് മുകൾക്ക് അയാൾക്ക് അയക്കണം. പക്ഷെ അയാളെ കൊണ്ട് ഇനി എന്താ പറയുക, നാട്ടിൽ പോയാലാണെങ്കിൽ ഒരു ഭാരമുള്ള ജോലി ചെയ്യാൻ പറ്റൂല. ഒരു സത്യം പറഞ്ഞാൽ അയാൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, എനിക്ക് ആരോടും ഇനി ഒരു ജോലി നാട്ടിൽ തരിക എന്നാണ് ചോദിച്ചത്. അയാളെ മക്കളൊക്കെ ചെറിയ മക്കളാണ്. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് ശേഷം മക്കളൊക്കെ ഉണ്ടായിട്ട് മക്കളൊന്നും എന്താ പറയാ, നയിച്ചു കൊണ്ടുവരാനും ഒന്നിനും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പൈസ ഒന്നും എനിക്ക് നാട്ടിലൊരു ജോലി ചെയ്താൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കിട്ടൂല, എനിക്ക് അത്ര വല്ല അറിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അയാളിപ്പോ ജോലി ചെയ്യണത് എന്താ പറയാ, കഫ്റ്റീരിയയിലാണ്. അന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ പാവം എന്താ പറയാ, അത്രയും ദയനീയാവസ്ഥയാണ്. പാവം തോന്നും കാണുമ്പോൾ. പക്ഷെ അങ്ങനെ അയാളെ ശരീരം കൊണ്ട് വയ്യാത്തല്ല, അയാളൊരു വയസ്സായ ഇത് ഞാൻ പറയാണ്. പക്ഷെ അത് കേട്ടപ്പോ സത്യം പറയാണ്, ഈ പ്രവാസ ലോകത്തേക്ക് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഏതൊരു മനുഷ്യനാണെങ്കിലും ആഗ്രഹിക്കലതാണ് കുറെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവാനും പറ്റൂല, പിന്നെ നല്ലൊരു ജോലിയും ചെയ്യാൻ പറ്റൂല, പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവില്ല. ഒരുവിധം നല്ല ജോലിക്കാർക്കും നല്ല ശമ്പളമുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം ഉണ്ടാവും. അല്ലാതെ ഈ അന്നാന്ന് കിട്ടി ജീവിക്കണമായിട്ട് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഓരോ ദിവസം ജോലി ചെയ്ത് അന്നാന്ന് കിട്ടിയിട്ട് നയിച്ച് അത് ചിലവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെയാണ് പല ആൾക്കാരുടെയും അവസ്ഥ. സാലറി കിട്ടും, അത് അപ്പം തന്നെ ആ കിട്ടണ ഇങ്ങോട്ട് വാങ്ങണ ഈ കൈകൊണ്ട്, വലത്തെ കൈകൊണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടത്തെ കൈകൊണ്ടാണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ അവസ്ഥയിൽ അത് അപ്പം തന്നെ അയച്ചു കൊടുത്ത് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോൺ ചെയ്യാനോ എന്തെങ്കിലും ഒരു ചെറിയ തുകയാണേക്കാരോ ഇവിടെ സ്വരൂപിച്ച് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എടുക്കാൻ കഴിയൂല, അത്രമാത്രം പ്രയാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും, പിന്നെ അത്രമാത്രം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ എന്താ പറയുക, എൻ്റെ ചെറിയ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രവാസ ലോകം തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളത് അവസാനിപ്പിച്ച് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുക. കിട്ടണമെങ്കിൽ പകുതിയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളൊന്നും ഒരു അവസ്ഥ വരരുത്. ഓരോരോ പ്രവാസിൻ്റെ അവസ്ഥ അതാണ്. കുറേ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുക. അയാൾ ആ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറയാം, മനസ്സ് വല്ലാതെ വേദനിച്ച്. ആർക്കും അങ്ങനൊന്നും വരാതിരിക്കട്ടെ, അയാൾ കൂടുതൽ കാലം ജീവിക്കട്ടെ, അള്ളാഹു ആയുസ് കൊടുക്കട്ടെ, മക്കൾ നല്ലൊരു നിലയിൽ എത്തട്ടെ. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കഷ്ടപ്പെടുന്നത്. പാവം തോന്നി.